പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ റൗണ്ട് ഓഫ് 32-ൽ ഓസ്ട്രിയയെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് സ്പെയിൻ പരാജയപ്പെടുത്തുകയായിരുന്നു. ഇന്നലത്തെ ഒരു വിജയത്തോടെ സ്പെയിൻ റൗണ്ട് ഓഫ് 16ലേക്ക് കടന്നിട്ടുമുണ്ട്. ഓയർ സബാലിൻ്റെ ഇരട്ട ഗോളുകളും പെഡ്രോ പൊറോയുമാണ് സ്പെയിനു വേണ്ടി ഗോളുകൾ നേടിയത്. ഇന്നലെ ഓസ്ട്രിയക്കെതിരായുള്ള മത്സരത്തിന് മുമ്പ് സ്പെയിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള ലാമിൻ യമാൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വേൾഡ് കപ്പിലെ ശക്തരായിട്ടുള്ള ഫ്രാൻസിനെ കുറിച്ചായിരുന്നു യമാൽ പറഞ്ഞിരുന്നത്. യമാലിൻ്റെ വാക്കുകൾ ഇങ്ങനെ: ഫ്രാൻസ് മികച്ച ഫോമിലാണ്, അവർക്ക് നല്ല കളിക്കാരും, എന്നാൽ അവർ മറ്റെല്ലാ ടീമിനേക്കാളും മുകളിലാണ് എന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് യമാൽ പറഞ്ഞിരിക്കുന്നത്. ഫ്രാൻസ് ടീം നമ്മളെക്കാൾ മികച്ചവരല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം സ്പെയിനിന് മുകളിൽ മറ്റൊരു ടീമും ഇല്ല എന്ന് യമാൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ഓസ്ട്രിയക്കെതിരായുള്ള മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ചും യമാൽ തന്നെയായിരുന്നു. ഈ റൗണ്ട് ഓഫ് 16ലേക്ക് കടക്കുമ്പോൾ സ്പെയിൻ്റെ എതിരാളികളായിട്ട് വരുന്നത് പോർച്ചുഗലാണ്. ഇന്ന് ക്രൊയേഷ്യക്കെതിരെ നടന്ന മത്സരത്തിൽ 2-1 എന്ന സ്കോറിലായിരുന്നു പോർച്ചുഗൽ വിജയിച്ചത്. അതോടെ പോർച്ചുഗലും റൗണ്ട് ഓഫ് 16ലേക്ക് യോഗ്യത നേടിയിട്ടുണ്ടായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പെനാൽറ്റി ഗോളും അതുപോലെ തന്നെ ഗോൺസാലോ റാമോസുമാണ് പോർച്ചുഗലിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നത്. മത്സരത്തിന് ശേഷം നായകനായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ ചില കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ആരാധകരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു മാച്ച് തന്നെയായിരിക്കും ഇത്. മത്സരത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഞങ്ങൾ നല്ലപോലെ കൺട്രോൾ ചെയ്ത് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ സെക്കൻഡ് ഹാഫിൽ ഞങ്ങൾ ആ ഒരു ഗോൾ വഴങ്ങിയതിന് ശേഷം അല്പം ടെൻസ്ഡ് ആയിരുന്നു. അതിനുശേഷം ആ ഒരു പെനാൽറ്റി ഗോൾ നേടിയതോടെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവുകയായിരുന്നു. ഇന്ന് പെനാൽറ്റി ലഭിക്കുമെന്നൊരു ഫീലിംഗ് തനിക്ക് ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അതിനായി താൻ പ്രിപ്പയർഡ് ആയിരുന്നുവെന്നും റൊണാൾഡോ പറയുകയുണ്ടായി. ഇത് ടഫായിട്ടുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു. തനിക്ക് ഇന്നത്തെ മത്സരത്തിൽ ഗോൾ നേടാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസവും തനിക്കുണ്ടായിരുന്നു. തൻ്റെ ആ ഒരു ഗോള് ടീമിലുള്ള താരങ്ങൾക്കും ഈ ഒരു മത്സരം വിജയിക്കാൻ സാധിക്കുമെന്ന് ആത്മവിശ്വാസം നൽകാൻ സഹായിച്ചു. വരുന്ന മത്സരത്തിനായി തയ്യാറെടുത്ത് തങ്ങൾ ഇനിയും മുന്നോട്ട് പോകും. എന്നിരുന്നാലും ഇന്നത്തെ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ചും റൊണാൾഡോ തന്നെയായിരുന്നു. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.